ഇലക്ഷൻ്റെ എല്ലാ സ്റ്റെപ്പുകളും കുട്ടികൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ആരംഭിച്ചത്. അതായത് ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്പുകളുണ്ട്, നാമനിർദ്ദേശ പത്രിക സമർപ്പണം, ഇലക്ഷൻ പ്രചാരണം, അതുപോലെ വോട്ടിംഗ് ബൂത്തുകളിൽ വന്നാൽ എന്തെല്ലാം സ്റ്റെപ്പുകളുണ്ട് അതെല്ലാം ഇവിടെ ഞങ്ങൾ നടപ്പിലാക്കി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്മാർട്ട് പെൻ സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എത്തി നിൽക്കുന്നത് CMS LP സ്കൂൾ കൊല്ലടവിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കുട്ടികളുടെ ഒരു ഇലക്ഷൻ ആണ് ഇന്ന് ഈ സ്കൂളിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ രസകരമായ കാഴ്ചയിലേക്കാണ് നമ്മളിന്ന് എത്തുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. CMS കൊല്ലടവിലെ അധ്യാപകരാണ്. അപ്പം ഇന്ത്യ എന്ന രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിന്റെ ബേസിക് എന്ന് പറയുന്നത് ഇലക്ഷൻ ആണ്. അപ്പോൾ ഇലക്ഷന്റെ എല്ലാ സ്റ്റെപ്പുകളും കുട്ടികൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ആരംഭിച്ചത്. അതായത് ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്പുകളുണ്ട്, നാമനിർദ്ദേശ പത്രിക സമർപ്പണം, ഇലക്ഷൻ പ്രചാരണം, അതുപോലെ വോട്ടിംഗ് ബൂത്തുകളിൽ വന്നാൽ എന്തെല്ലാം സ്റ്റെപ്പുകളുണ്ട് അതെല്ലാം ഇവിടെ ഞങ്ങൾ നടപ്പിലാക്കി. കുട്ടികൾക്ക് അപ്പോൾ ഒരു ഇലക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കും. ഇലക്ഷൻ ബൂത്തിൽ ചെല്ലുമ്പോൾ വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവിടെ ആരൊക്കെയുണ്ട്, എങ്ങനെയൊക്കെ ഇലക്ഷൻ നടത്തേണ്ടതെന്ന് ഒരു അടിസ്ഥാന വിവരം കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭംഗിയായി ചെയ്യുവാനായിട്ട് എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ലഭിച്ചു. എല്ലാവർക്കും നന്ദി. പ്രിയമുള്ളവരെ, ഒരു നിയമസഭാ ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ CMS കൊല്ലടവ് സ്കൂളിലെ LP സ്കൂളിലെ ഒരു മിനിയേച്ചർ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ സംഘാടകരായിട്ടുള്ള അധ്യാപകരും PTA അംഗങ്ങളും ചേർന്നിട്ട് വളരെ മനോഹരമായിട്ട് കുട്ടികൾക്ക് ഒരു പുതിയ ചിത്രം വരച്ചു കൊടുത്തിരിക്കുകയാണ്. ഇലക്ഷനിൽ എങ്ങനെയാണോ ബാലറ്റ് പേപ്പറും കാര്യങ്ങളും എല്ലാം എന്തൊക്കെയാണോ അത് ബൂത്ത് ഏജൻറ്റുമാരും എല്ലാം എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് പ്രിസൈഡിങ് ഓഫീസറും ഭരണാധികാരികളും ഒക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ കാര്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരാൾ വോട്ട് ചെയ്യാൻ എങ്ങനെയാണോ വരുന്നത്, കയ്യിൽ മഷിയിടുന്നത് എങ്ങനെയാണെന്നും എല്ലാം പ്രായമുള്ളവരെ നമ്മൾ നിയമസഭ ഇലക്ഷനിലൊക്കെ കണ്ടില്ലേ, പ്രായമുള്ളവരെയൊക്കെ കസേരയിലും തോളിൽ വെറ്റിയൊക്കെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കുട്ടികൾക്കും അതൊരു മാതൃക പോലെ തന്നെ എല്ലാം ഒരു നല്ലൊരു മനോഹരമായ ചിത്രമാണ് സ്കൂൾ ഇവിടെ വരച്ച് കാട്ടിയിരിക്കുന്നത്. എങ്ങനെയാണോ ഒരു നിയമസഭാ ഇലക്ഷൻ അല്ലെ എങ്ങനെയായിരിക്കണം ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ എന്നുള്ളത് കുട്ടികൾക്ക് ഇപ്പം തന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെ അതിൻ്റെ ഒരു രൂപരേഖ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. വോട്ട് ചെയ്യുന്നതും എല്ലാം എങ്ങനെയായിരിക്കണം ഇവിടുത്തെ ഒരു ഇലക്ഷൻ, അതേപോലെ തന്നെ ആണ് ഇവിടുത്തെ ഈ സ്കൂളിലെ തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകർക്കാണെങ്കിലും PTA അംഗങ്ങൾക്കാണെങ്കിലും കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കാണെങ്കിലും എല്ലാം ഇതിൻ്റെ ഒരു മനോഹാരിത ചോർന്നു പോകാതെ ഇത്രയും മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ അല്ലെ ഇത്രയും മനോഹരമായിട്ട് നിർവഹിച്ചെടുക്കാൻ സാധിച്ചതിനകത്ത് വളരെ സന്തോഷമുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇലക്ഷൻ ബോക്സ് നമ്മൾ ഇലക്ഷൻ പെട്ടി അല്ലെങ്കിൽ നമ്മൾ ബാലറ്റ് പേപ്പറെല്ലാം ഉള്ള പെട്ടി നമ്മൾ ബോക്സ് ക്ലോസ് ചെയ്യുന്ന രീതിയും എല്ലാം ഒരു കൃത്യമായി തന്നെ കുട്ടികൾ അത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ ബോക്സ് കൊണ്ടുപോവുകയാണ്, വോട്ട് ചെയ്ത ബോക്സ് കൊണ്ടുപോവുകയാണ്. നമ്മളൊരു മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് ഇലക്ഷൻ്റെ ബോക്സ് പൊട്ടിക്കുന്നതും നമുക്ക് വോട്ട് ബാലറ്റ് പേപ്പർ എണ്ണുന്നതും എല്ലാം കൃത്യമായി തന്നെ അത് അധ്യാപകർ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാം കൃത്യമായി തന്നെ ഇലക്ഷനിലെ കുട്ടികൾ വോട്ട് ചെയ്ത ആൾക്കാർ ജയിച്ചിട്ടുണ്ടോ, കാൻഡിഡേറ്റ് ജയിച്ചിട്ടുണ്ടോ എന്നുള്ളതും എത്ര വോട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും അത് ക്ലോസ് ചെയ്യും. കുട്ടികൾ ആകാംക്ഷയോട് നിൽക്കുകയാണ് റിസൾട്ട് അറിയാൻ വേണ്ടി. ടീച്ചർ അത് റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. ലഭിച്ചത് ഹാറൂണിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 12 വോട്ട്, 27 വോട്ടാണ് ആകെ കിട്ടിയത്. അങ്ങനെ 27 വോട്ടോടുകൂടി ഹാറൂൺ ബിൻ റിയാസ് നമ്മുടെ സ്കൂൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു.
ജിബിൻ വന്നില്ലല്ലോ. ആദ്യ മനോജ് കയറുക. ആദ്യമായിരിക്കും ഇനി നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ, ആരോഗ്യ മന്ത്രി ആയിരിക്കും നമ്മുടെ ഷഹബാസ് ആയിരിക്കും നമ്മുടെ കലാകായിക മന്ത്രി. ഷഹബാസ് നമ്മുടെ സ്പോർട്സ് മന്ത്രി ആയിരിക്കും ആര്? റെയ്ഹാന ഫാത്തിമ. അഗ്രികൾച്ചർ, നോൺമീലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അഗ്രികൾച്ചർ ഉണ്ട്. അപ്പൊ അഗ്രികൾച്ചറിന്റെ ചുമതലയായിരിക്കും അബീഗയില്. ഇവിടെ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് നിയമസഭാ ഇലക്ഷനിൽ സത്യപ്രതിജ്ഞയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രിൻസിപ്പാൾ മുമ്പാകെ അവർ സൈൻ ചെയ്ത് മാറുന്ന ഒരു മാതൃകയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് CMS സ്കൂള്, LP സ്കൂള് ഈ ഒരു ഇലക്ഷനെ ഒരു പാർലമെൻറ്റ് ഇലക്ഷനും അല്ലെ നിയമസഭാ ഇലക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിൻ്റെ മാതൃക കൃത്യമായി സെറ്റിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു ഇലക്ഷൻ എന്നും അതിൻ്റെ ഒരു ക്യാൻഡിഡേറ്റ് തിരഞ്ഞെടുക്കുന്നതെന്നും ഒക്കെ കൃത്യമായി തന്നെ അത് കാട്ടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ സ്കൂളിലെ അധ്യാപകർക്കും PTA അംഗങ്ങൾക്കും എല്ലാം ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് CMS UP സ്കൂളിലെ കുരുന്നു കുട്ടികളുടെ ഈ ഒരു സന്തോഷ വിരുന്നിൽ പങ്കാളിയാകുവാൻ സ്മാർട്ട് സഫാരിക്കും ഒരവസരം തന്നിടത്ത് വലിയ ആഹ്ലാദമുണ്ട്. അപ്പം ഇവർക്കും ജീവിതത്തിലെ ഈ കുഞ്ഞനുജന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ ജീവിതത്തിൽ ഇതേപോലുള്ള ഉന്നത സ്ഥാനങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. ബിൻ റിയാസ് സ്കൂൾ ലീഡർ എങ്ങനെയായിരിക്കണം? മാതൃകയുള്ള ആളായിരിക്കണം അല്ലേ? കുട്ടികൾക്ക് മാതൃകയായിട്ടുള്ള കുട്ടിയായിരിക്കണം സ്കൂൾ ലീഡർ. മറ്റുള്ളവരുടെ തെറ്റ് തിരുത്താനും മറ്റുള്ളവരെ കരുതാനും സ്നേഹിക്കാനും എല്ലാം അറിയുന്ന ആളായിരിക്കണം. സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കാനായിട്ട് ഉള്ള ചുമതല ആർക്കാം? സ്കൂൾ ലീഡറിന്. അപ്പൊ ഇനി മുതൽ നമ്മുടെ സ്കൂൾ ലീഡർ ഹാറൂൺ ബിൻ റിയാസ്.